ഇനി അടുത്ത് യൂറോപ്യന്മാരുടെ സംഭാവനകൾ അഥവാ കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. അതിൽ ആദ്യം വരുന്നത് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ്. കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങളാണ് കൊച്ചി, വൈപ്പിൻ. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് പരിശീലനം നൽകാൻ പോർച്ചുഗീസുകാർ മതപഠനത്തിനുള്ള സെമിനാറുകളും കലാശാലകളും സ്ഥാപിച്ചത് കൊച്ചി, കൊടുങ്ങല്ലൂർ, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നീ സ്ഥലങ്ങളിലാണ്. പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതീയ വിഷയങ്ങളെ അധികരിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ആരംഭിക്കുന്നതും പോർച്ചുഗീസുകാരുടെ കാലത്താണ്. ഇന്ത്യയിലെ ഔഷധ ചെടികളെക്കുറിച്ച് ഗാഷ്യാഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ഈ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. പള്ളി നിർമ്മാണത്തിൽ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയതും പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. കഴുതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, പേരയ്ക്ക, അത്തിക്ക, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ മാനുവൽ കോട്ട കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. മാനുവൽ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട, അത് കൊച്ചിയിലാണ്. സെന്റ് ആഞ്ചലേസ് കോട്ട, അത് കണ്ണൂരിലാണ്. കോട്ടപ്പുറം കോട്ട, അത് തൃശ്ശൂരിലാണ്. 1585 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. ഡച്ച് കൊട്ടാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മട്ടാഞ്ചേരി കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരിയിലാണ്, കൊല്ലത്തെ തങ്കശ്ശേരിയിൽ. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികളാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, അത് കൊച്ചിയിലാണ്. ബോം ജീസസ് പള്ളി, അത് ഗോവയിലാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി, അത് കൊച്ചിയിലാണ്. ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങൾ. ഇത് SCRT ഫാക്റ്റാണ്. മേസ്തിരി, ചാവി, വികാരി, ബെഞ്ച്, ചായ, കൊന്ത, റാന്തൽ, ജനൽ, മുറം, പതക്കം, ഫാക്ടറി, മേശ, കസേര, കുശിനി, വരാന്ത, വാതിൽ, അലമാര, അൽത്താര, സെമിത്തേരി, ലേലം, കപ്പിത്താൻ, കുരിശ്, ഡെസ്ക്, ദോശ, കുമ്പസാരം, ഗോഡൗൺ തുടങ്ങിയവ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാള ഭാഷ സ്വീകരിച്ച പദങ്ങളാണ്. ഇനി ഡച്ചുകാരുടെ സംഭാവന. ഡച്ചുകാർ ഹോർത്തൂസ് മലബാറിക്കാസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കാസ്. ഹോർത്തൂസ് മലബാറിക്കാസ് എന്ന വാക്കിനർത്ഥം മലബാറിന്റെ പൂന്തോട്ടം. ഹോർത്തൂസ് മലബാറിക്കാസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിനാണ്. ഹോർത്തൂസ് മലബാറിക്കാസ് പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കാസ്. ഹോർത്തൂസ് മലബാറിക്കാസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടം. ഹോർത്തൂസ് മലബാറിക്കാസിലെ ആകെ വാല്യങ്ങൾ 12. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കാസ്. ഹോർത്തൂസ് മലബാറിക്കാസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയിയാണ്. ഹോർത്തൂസ് മലബാറിക്കാസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കർണേറോ. ഹോർത്തൂസ് മലബാറിക്കാസിന്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലേറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കാസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കാസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലമാണ് കടക്കരപ്പള്ളി, ആലപ്പുഴയിലെ കടക്കരപ്പള്ളി. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യപ്പെടുന്നത് കൊല്ലാട്ടുപറമ്പാണ്. ഇട്ടി അച്യുതന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കാസ് പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ആംസ്റ്റർഡാം, നെതർലൻഡിലെ ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കാസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കാസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആൽ. ഹോർത്തൂസ് മലബാറിക്കാസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണനാണ്
ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. കേരളത്തിലെ കാർഷിക സമ്പദ്ഘടന മെച്ചപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് പുതിയതരം ഉൽപ്പന്നങ്ങളും ശാസ്ത്രീയമായ കൃഷിരീതികളും ഡച്ചുകാർ ഇവിടെ നടപ്പിലാക്കി. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. വൈപ്പിലും വെണ്ടുരുത്തിയിലും തെങ്ങ് കൃഷിയിൽ പരീക്ഷണം നടത്തി. സൂററ്റിൽ നിന്ന് മേൽത്തരം അമരിത്തൈകൾ കൊണ്ടുവന്ന് എറണാകുളത്തും ആലങ്ങാട്, വെണ്ടുത്തിരി, വരാപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുകയും അമരച്ചെടി കൃഷി ചെയ്യുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണവും വസ്ത്രത്തിലെ ചായമുക്കലും. ഡച്ചുകാർ ചായം മുക്കുന്നതിന് വിദഗ്ധരായ ഒട്ടനവധി ആളുകളെ തൂത്തുക്കുടിയിൽ നിന്നും കൊണ്ടുവന്നു. എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നൽകി കേരളത്തിൽ താമസിപ്പിക്കുകയും അവരുടെ തൊഴിലിൽ സ്ഥലവാസികൾക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശമാണ് പള്ളിപ്പുറം. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട 1714.